ഇന്ന് ചെറിയൊരു വെറൈറ്റി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫാക്ടറിയിൽ വന്നതാണ്. കുറച്ച് ഗ്രാനൈറ്റ്സ്, ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഫാക്ടറിയിൽ വന്നതാണ്. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് ഫാക്ടറി, ഈ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കല്ല് ഗ്രാനൈറ്റ് ഈ കാണുന്ന രീതിയിലായി മാറുന്നതെന്ന് ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഒരു കല്ല്, ഒരു പാറ പൊട്ടിച്ചിട്ട് ഒരു കല്ലായിട്ട് അത് ആ കല്ല് കട്ട് ചെയ്ത് ഗ്രാനൈറ്റ് രീതിയിലാവുന്നത് എന്നുള്ളതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ജസ്റ്റ് നോക്കുക. ഇതിൽ പല രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന ഫാക്ടറിക്കകത്തുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ബാക്കിലുള്ളത് വലിയൊരു ഗോതമ്പിൻ്റെ തോട്ടാണ്. ഈ കാണുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഫാക്ടറി. ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ല ക്വാളിറ്റി ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് ആണ്. ഇപ്പോൾ ഈ ഷോറൂമിലെ ഈ ഫാക്ടറിക്കകത്തുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നാൽ മതി. പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ബാക്കിയുള്ള ജസ്റ്റ് 1 മുതലുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടു. ടോസ്കാനയെ സംബന്ധിച്ച് ഓരോ പുതിയ കല്ലുകളും പർച്ചേസ് ചെയ്യുമ്പോഴും ഞങ്ങൾ പല പല കോറികൾ സന്ദർശിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള, അതിനകത്ത് ഏറ്റവും മിതമായ റേറ്റിൽ കിട്ടുന്ന കല്ലുകൾ, ആ ഒരു കല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പല ദിവസങ്ങൾ കോറികളിൽ നടന്ന്, മൈൻസ് ഫാക്ടറികളിൽ നടന്നിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് കല്ല് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു യാത്രയിലാണ് ഞങ്ങൾ ഇന്ന്. ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് മുമ്പ് എടുത്തിരുന്ന കല്ല് തന്നെയാണ്. അതിനകത്ത് തന്നെ നല്ല ക്വാളിറ്റി കല്ല്, അതിനകത്ത് തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി കല്ല് തന്നെ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇന്ന്. രാവിലെ തന്നെ ഞങ്ങൾ 3 പേര് കല്ല് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇപ്രാവശ്യവും ഏറ്റവും നല്ല ക്വാളിറ്റി കല്ല് തന്നെ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇറങ്ങിയതാണ്. പല സ്ഥലങ്ങളിൽ പോയി, പല കോറികളിൽ പോയി, പല ഫാക്ടറികളിൽ പോയി. നമ്മൾ ഉദ്ദേശിച്ച അതേപോലത്തെ കളറിലും അതുപോലെ തന്നെയുള്ള വിലയിലുമുള്ള കല്ലുകൾ പല കോറികളിലും അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഈ ഒരു കൊറോണ തന്നെയാണ്. കൊറോണയ്ക്ക് കാരണം തന്നെ പല ഫാക്ടറികളും അടവാണ്. അത് തന്നെ ചില പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ ആളുകൾ കുറവായതിനാൽ അവരത് കിട്ടുന്ന വിലയിൽ, മുമ്പുണ്ടായിരുന്ന വിലയേക്കാളും നല്ല വിലയിൽ കൂട്ടിയിട്ടാണ് ഓരോ കല്ലുകളും അവർ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പ് പർച്ചേസ് ചെയ്യുന്ന ഷോറൂമുകൾ അന്വേഷിച്ച്, പർച്ചേസ് ചെയ്യുന്ന ഫാക്ടറികൾ അന്വേഷിച്ച് വീണ്ടും യാത്രയായി. അങ്ങനെ പല സ്ഥലങ്ങളും നടന്ന്, പല കോറികളും നടന്ന് അവസാനം ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിപ്പെട്ടു. ഞങ്ങൾ സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന കോറിയിൽ. ആ സമയത്തും അവിടെയും കല്ലുകൾ മോശമായതിനാൽ അവരുടെ തന്നെ സഹോദര സ്ഥാപനത്തിൽ നിന്നും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ കിട്ടി. ആ ഷോറൂമിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഞാനിന്ന്, റിവ്യൂ ആയിട്ടല്ല, അവിടെ നിന്നുള്ള കുറച്ച് ഗ്രാനൈറ്റ്സിൻ്റെയും മറ്റും പ്രോസസ്സും കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ആ ഫാക്ടറിയിൽ നിന്നുള്ള ഒരു മെത്തേഡാണ്. പല ഫാക്ടറികളും പല രീതിയിലായിരിക്കും, പല മെത്തേഡിലായിരിക്കും കല്ലുകൾ കട്ട് ചെയ്യുന്നതും പോളിഷ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ്. എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള തുർക്കി, ഇറാൻ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള, സ്പെയിൻ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന കൂടുതൽ മെറ്റീരിയൽസാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നതും പോളിഷ് ചെയ്യുന്നതും. സോ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതിൽ കുറച്ച് ശതമാനം കല്ലുകൾ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കല്ലുകളുമാണ് ഞങ്ങളിന്ന് പർച്ചേസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതെങ്ങനെ കല്ല് കട്ട് ചെയ്ത് എത്തുന്നതിനുള്ള കുറച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. ഞാൻ മാക്സിമം ഒരു വീഡിയോക്കകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാൻ നോക്കാം. ഇതല്ല എങ്കിൽ അടുത്തൊരു പാർട്ടിനകത്ത് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും കൂടെ വരും. അങ്ങനെ വിശാലമായി കിടക്കുന്ന കമ്പം കൃഷിക്ക് നടുവിലുള്ള ഞങ്ങളുടെ ഫാക്ടറിയിലടുത്ത് ഞങ്ങളെത്തി. ഒരു ഉച്ചയോടടുത്ത സമയത്ത് ഞങ്ങളവിടെ എത്തി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്ന ഫാക്ടറി. ഇവിടെ നിന്നല്ല വരുന്നത് കേട്ടോ. കല്ല് വരുന്നത് ഇതുപോലെയുള്ള കോറികളിൽ നിന്നാണ്. ഇതുപോലത്തെ കോറികളിൽ നിന്ന്, വലിയ വലിയ കോറികളിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കല്ലെത്തുന്നത്. ഈ കല്ല് ഇവിടെ നിന്ന് ലോറിയിൽ അവർ ആവശ്യത്തിനനുസരിച്ച് കല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ അവരെ ഒരു പോർഷനിൽ അത് കൊടുന്ന് അവർ
പർച്ചേസ് ചെയ്ത് വെക്കുന്നതാണ് ആവശ്യാനുസരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫാക്ടറികളെല്ലാം 24 ഹവറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ഈ കാണുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ്സ് ആയി അവർ എത്തിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അത്രയ്ക്കും ടൺസ് 20-30 ടണ്ണെല്ലാം ഉള്ള കല്ലുകളായിരിക്കും ഓരോ കല്ലുകളും. അതെല്ലാം മനുഷ്യരെ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ക്രെയിൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവരത് ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന് ശേഷമുള്ള ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം അതിനകത്ത് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കല്ലുകളാണ് അവർ. അപ്പോൾ ഈ കല്ലുകൾ ഏകദേശം കറക്റ്റ് സൈസ് 9 അടി 8 അടി 10 അടിയോളം നീളമുള്ള സ്ലാബുകളായി കട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അവർ പൊട്ടിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ സാധാരണ കോറിയിൽ ചെയ്യുന്ന പോലെ തന്നെ തോട്ട വെച്ചിട്ടും അതുപോലെ തന്നെ റോപ്പ് കട്ടിങ് വെച്ചിട്ടൊക്കെ ആയിരിക്കും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ, ക്രെയിൻ വെച്ചിട്ട് അവർ ഒരു കല്ല് കട്ട് ചെയ്യാനുള്ള കല്ല് അവരത് പാക്ക് ചെയ്ത് വെച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് ഇതുപോലെ റെയിൽ സ്റ്റാൻഡുകളാണ് ഉള്ളത്, റെയിൽ പാളം പോലുള്ള സ്റ്റാൻഡുകളാണ്. അതിനകത്ത് വെച്ചിട്ട് അവരത് മൂവ്മെൻറ്റ്സ് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ റെയിൽസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് മാർക്കിങ് ചെയ്യും, മെഷർമെൻറ്റ് ചെയ്യും, ഏത് രീതിയിൽ മട്ടം ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ട്. ഈ ഒരു പ്രോസസ്സിങ്ങിലാണ് ഇതിൻ്റെ കല്ലിൻ്റെ ബാക്കിയുള്ള എല്ലാം നിൽക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ കല്ലിൻ്റെ ഷെയ്ഡ് മാറും, കല്ലിൻ്റെ കളർ മാറും. അപ്പോൾ കറക്റ്റ് ഡയറക്ഷനിൽ അതിനകത്തുള്ള ഏറ്റവും വലിയ എക്സ്പേർട്സ്, ഈ ഫാക്ടറിക്കകത്തുള്ള ഏറ്റവും വലിയ എക്സ്പേർട്സ് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അവരത് അതിനനുസരിച്ച് കറക്റ്റ് രീതിയിൽ പൊസിഷൻ കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ ഫാക്ടറി മില്ലിലേക്ക് കൊണ്ടുപോകും. ആ മില്ലിലേക്ക് പോകുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ റെഡിയാക്കി ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മുമ്പുണ്ടായിരുന്ന ഹൈറ്റിനേക്കാൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ചെറിയൊരു പാളിച്ച പോലും ആ കല്ല് മൊത്തം നഷ്ടപ്പെടാനും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനും അതിനകത്ത് ക്രാക്സ് വരാനും സാധ്യതയുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് വളരെ ടൈം എടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. വളരെ ടൈം എടുത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒരു കല്ലോ 2 കല്ലൊക്കെ മാക്സിമം കട്ട് ചെയ്യുള്ളൂ. ആ കല്ല് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സമയം വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്ലിയർ ആക്കിയ കല്ല് അവർ റെയിൽസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് അത് കട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ലൈൻസ് ഉണ്ടാവും മൂവ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പാളത്തിൽ നിന്ന് മറ്റൊരു പാളത്തിലേക്ക് ക്രോസ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പ്രോസസ്സ് അത് ആളുകൾ തന്നെ മാനുവലായിട്ട് തന്നെ അവർ അത് തള്ളിയിട്ട് ഫാക്ടറിക്കകത്തോട്ട് കട്ടിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെയ്യുന്നത് കണ്ടില്ലേ, നമ്മളത് 4 സൈഡും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവരത് തള്ളിയിട്ട് ഫസ്റ്റ് സെക്ഷനിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് അത് ഇതാണ് വെച്ചാൽ ഒരു ഒറ്റ വീല് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആദ്യം 1 സൈഡ് അവർ കട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് മട്ടം ക്ലിയർ ആക്കിയിട്ട് ബാക്കിയുള്ള സൈഡുകൾ അതുപോലെ ക്ലിയർ ആക്കി എടുക്കും. 2 സൈഡ് ക്ലിയർ ആക്കി എടുക്കും. പിന്നെ 3-ാമത്തെ സൈഡ് 4-ാമത്തെ സൈഡും അത് എല്ലാം ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള മെറ്റീരിയലാണ് ബ്ലാക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോസസ്സ് വളരെ കുറച്ച് ടഫായിരിക്കും. വളരെ സ്ലോയിൽ മാത്രം നടക്കുന്നൊരു പ്രോസസ്സാണ്. ഈ റെയിലിൽ നിന്ന് മറ്റേ റെയിലിലോട്ട് അവരത് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അവിടെ നിന്ന് അത് കട്ടിങ് വീലിൻ്റെ അടിയിലോട്ട് അത് എത്തിക്കും. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണിത്. ഇതിന് ബാക്കി മെഷീനറീസോ കാര്യങ്ങളൊന്നുമില്ല. റെയിലിൽ കൂടെ ഉള്ള പ്രോസസ്സ് അത് ഒരു വലിയ കമ്പിയും മറ്റും പാറക്കോലുകളും മറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല, പല ഫാക്ടറികളും പല മെത്തേഡുകളായിരിക്കും. പല ഓട്ടോമാറ്റിക് രീതിയിലുള്ള സ്ഥലങ്ങളുണ്ടാവാം. നമ്മൾ ഈ കണ്ട ഫാക്ടറികളിലുള്ള മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അത് കട്ടിങ് വീലിൻ്റെ അടുത്തേക്ക് എത്തി. ഇനി അത് അവരവിടെ നിന്ന് കറക്റ്റ് മട്ടം റെഡിയാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മട്ടം ഇവിടെ നിന്ന് ക്ലിയർ ആയാൽ മാത്രമേ ബാക്കിയുള്ള ഓരോ സിംഗിൾ പീസ് കട്ട് ചെയ്യുമ്പോഴും അവർക്കത് ക്ലിയറായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഒക്കെ ക്ലിയറായിട്ട് തന്നെ അവർ കട്ട് ചെയ്യുന്ന ഒരു മൈന്യൂട്ട് പോലും വ്യത്യാസം വരാത്ത രീതിയിലുള്ള കട്ടിങ്ങാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലേഡ് ഒരു സെൻട്രൽ പൊസിഷനിൽ മൂവ് ചെയ്തിട്ട് ആ ഭാഗം കൊടുത്തുള്ള മട്ടും കൂടെ അവരെ അത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
തൊട്ടടുത്തുള്ളെല്ലാം ഇതുപോലെ റെഡിയായ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മട്ടമെല്ലാം റെഡിയായ പോലെ തന്നെയാണ്. ഇനി അത് ആ ഒരു സൈഡ് ഭാഗം നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അത് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെഷീൻസ് ഇപ്പോൾ ഓണായി വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. ഇപ്പോൾ ഒരു ലൈൻ ആദ്യം ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അവർ ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും മൊത്തം താഴ്ഭാഗം വരെ മൊത്തം അവരത് കട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കിയെടുക്കും. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ഭാഗം എങ്ങനെയാണ് കട്ടിങ് നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെയ്യുമ്പോഴും നമുക്ക് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ കല്ലിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണിത്. ഒരു ഭാഗം പക്ക ക്ലിയർ ആക്കിയിട്ട് ഇവിടെ നിന്നാണ് ഇനി അടുത്തുള്ള ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു ഗ്രാനൈറ്റ് ഫാക്ടറിയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളത് അവർക്ക് ഇതിൻ്റെ കല്ലിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഈ പ്രോസസ്സിലും അടുത്ത പ്രോസസ്സിലും ഒന്നും മനസ്സിലാവില്ല. അവസാനത്തെ പോളിഷിങ്ങിൽ മാത്രമാണ് കല്ല് പ്രീമിയം ക്വാളിറ്റി ആണോ അതോ കൊമേഴ്ഷ്യൽ മെറ്റീരിയൽ ആണോ ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ആണോ എന്നുള്ളതെല്ലാം തരംതിരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സിൽ മാത്രമേ അവർക്ക് ആ ഇത്രയും ചെയ്ത വർക്കിനുള്ള ഫലം കിട്ടിയോ എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസിന് വില കൂടാനുള്ള കാരണം ചെയ്തു തന്നതിന് ശേഷം 90% മെറ്റീരിയൽസും അവസാനത്തേക്ക് എത്തുമ്പോഴേക്ക് എന്തെങ്കിലും ചെറിയ മൈനർ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും എക്സ്പെൻസ് അവർ അതിന് സഫർ ചെയ്യുകയും വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് നല്ല ഹൈ റേഞ്ച് വരാനുള്ള കാരണം. സ്റ്റേജ് 1 കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്റ്റേജ് 2ലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ 1 2 3 4 5 ബ്ലേഡോളം അവർ വൺ ടൈം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുമ്പ് ചെയ്ത് വെച്ച ഭാഗം രണ്ടാമത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ അത് വെച്ചിട്ട് ആ ഒരു വീൽസ് അറ്റ് എ ടൈം ഇത്ര ഡിസ്റ്റൻസിൽ, അതുകൊണ്ട് തന്നെ ഇത്രയും പീസസ് ഒരേ തിക്നെസ് തന്നെ നമുക്ക് അവൈലബിൾ ആകും. അതുകൊണ്ട് തന്നെ ഈ മുമ്പുണ്ടായിരുന്ന തിക്നെസ് വേരിയേഷൻസ് ഒക്കെ ഇപ്പോൾ വളരെ 1% മാത്രമേ ഇപ്പോൾ തിക്നെസ് വേരിയേഷൻ വരുന്നുള്ളൂ. ബാക്കിയുള്ള 99% ഇപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ വരുന്നത് ഈ ഒരു പ്രോസസ്സ് ഈ ടെക്നോളജി വന്നത് കാരണമാണ്. ഇതിനകത്ത് ഇപ്പോൾ യൂസ് ചെയ്ത 4-5 ബ്ലേഡ്സ് കാരണം ഒരു അറ്റ് എ ടൈം 5 കല്ലുകൾ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തിക്നെസ്സിലും സ്ക്രാച്ചസും വളരെ കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ പലതും പല സൈസിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു കല്ല് നമുക്കൊരു ആദ്യം കിട്ടിയതിന് ശേഷം ഒരു 4.5 അടിയോളം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കല്ല് നമുക്ക് കിട്ടുന്നത്. ആ സമയമാകുമ്പോഴേക്ക് അടുത്ത കല്ലിലോട്ട് ഇങ്ങനെ കയറി ഇതിൻ്റെ മൊത്തം കല്ല് സ്റ്റോൺ ഫിനിഷ് ചെയ്യുന്നതിന് നമുക്ക് ഒരേ തിക്നെസ് തന്നെ ഈ കല്ല് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരത് യൂസ് ചെയ്യുന്നത് മോട്ടറും DC മോട്ടറും AC മോട്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരത് സ്ലൈഡ് അയക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഓരോ ദിവസവും തോറും പുതിയ ടെക്നോളജിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഓരോ ഫാക്ടറി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ടെക്നോളജികൾ പിന്നെ 10-15 വർഷം കഴിയുമ്പോഴേക്കും അവർ ഉണ്ടത് അപ്ഗ്രേഡ് ചെയ്യും. ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് കല്ലിനകത്തുള്ള വിലയിലും മറ്റും മാറ്റം വരുന്നത്. ഈ ഒരു വീല് തന്നെ അവരത് ഓരോ പ്രാവശ്യവും കട്ട് ചെയ്യുമ്പോഴും അവർ മാറ്റി അതിനകത്തുള്ള പുതിയ വീൽസ് യൂസ് ചെയ്യണം. അല്ലെങ്കിലും അവരെ സ്റ്റോൺസ് നഷ്ടപ്പെടുകയും അവർക്കതിൻ്റെ പൈസ അതിനകത്തുനിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. സോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കല്ലിന് ഇത്രയും വില എന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള കല്ലുകൾ വാങ്ങുമ്പോഴും വില കൂടാനുള്ള മെയിൻ റീസൺ. ഇപ്പോൾ ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അത് അവരൊന്നുകൂടെ എറർ കറക്റ്റ് ചെയ്തതിന് ശേഷം അത് മോട്ടർ വെച്ചിട്ട് തന്നെ അവരത് ക്ലിയർ ആക്കിയെടുക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി അത് മോട്ടർ വെച്ച് കറക്കുന്ന സമയത്ത് പക്ക ക്ലിയർ ആയിട്ട് തന്നെ അവർക്കത് കട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ആ ഈ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ.
അവരുടെ ഈ മെഷീൻസിനുള്ള കൺട്രോളിങ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവർ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ മെഷീൻ ഓണാക്കി വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അവരത് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു സംഭവമാണ് ഇവിടെ വെള്ളം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിൽറ്ററിങ്ങും കാര്യങ്ങളും അതിനുവേണ്ടി തന്നെ നല്ലൊരു സജ്ജീകരണങ്ങൾ ഇവിടെ എല്ലാ ഫാക്ടറിക്കകത്തുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ അതുകൊണ്ടൊക്കെ കാണിച്ചു തരാം. ഇത്രയും വെള്ളം അവർ യൂസ് ചെയ്യുമ്പോൾ ഈ വെള്ളം എല്ലാം എവിടേക്കാണ് പോകുന്നത്, അത് റീയൂസ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം അത് ഒഴിവാക്കി കളയാണ് ചെയ്യുന്നത്, അതെങ്ങനെ ഏത് രീതിയിലാണ് ഒഴിവാക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗത്തോ അതല്ലെങ്കിൽ ഇതിൻ്റെ വരുന്ന ഭാഗങ്ങളിലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സിംഗിൾ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്ര വെച്ചിട്ട് അത് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ്സ് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ ബ്ലേഡ്സ് കണ്ടില്ല നിങ്ങൾ, ഇത് സ്പെയർ ആയിട്ട് വരുന്ന ബ്ലേഡ്സാണിത്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ ക്വാളിറ്റി ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ് അവർ യൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും ആ കല്ല് മൊത്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ യൂസ് ചെയ്യുന്ന ബ്ലേഡ്സ് എല്ലാം ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന കല്ലിൻ്റെ ശേഷം കാണുന്ന വ്യൂ ആണിത്. ഇതിനകത്ത് കണ്ടില്ലേ, ഓരോ തിക്നെസ് അനുസരിച്ച് ഒരു കല്ല് കട്ട് ചെയ്ത് ആ ഒരു ബ്ലോക്ക് ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന പ്രോസസ്സ് അടുത്തത് പോളിഷിങ്ങിലേക്കുള്ളതാണ്. അപ്പോൾ ഇത്രയും ആയ ശേഷം ഇവിടെ നിന്ന് അതെടുത്തിട്ട് പോളിഷിങ്ങിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുപോയി അത് ഒരു ഭാഗം പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ ഗ്രാനൈറ്റ് പോലെ ആവുന്നത്. ആ ഒരു സെക്ഷൻ നമുക്ക് അടുത്തൊരു പാർട്ടിന് അടുത്ത് കാണാം. ഈ ഒരു വീഡിയോക്കകത്ത് ഒരുപാട് ലെങ്ത് ആയത് കാരണം നമ്മൾ ഈ ഒരു സെക്ഷൻ ഇത്രയും വെച്ചിട്ട് നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടിനകത്ത് ഇതിൻ്റെ പോളിഷിങ്ങും ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൂടെ അത് കാണാൻ പുതിയൊരു അറിവായിരിക്കും. അതുപോലെ തന്നെ പുതിയൊരു കൗതുകമുള്ള കാഴ്ചയായിരിക്കും കാണാത്തവർക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.